ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിയൽ ഹെൽത്തി കുക്കിംഗ് ആൻഡ് ബ്യൂട്ടി ചാനൽ. ഇന്ന് നമ്മൾ ഷവർമ്മയാണ് ഉണ്ടാക്കുന്നത്. വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഷവർമ്മ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ പുറത്തുനിന്ന് ഷവർമ്മ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ നല്ലതാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഷവർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 കപ്പ് മൈദപ്പൊടി എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണ്ടത് അതനുസരിച്ച് നമുക്ക് പൊടികളൊക്കെ കൂടുതലെടുക്കാം. ഞാനിപ്പോൾ 2 കപ്പിൻ്റെ മെഷർമെൻറ്റാണ് കാണിക്കുന്നത്. നമ്മളൊരു ചെറിയ പാത്രത്തിൽ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മളതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ മൈദപ്പൊടിയൊക്കെ നന്നായിട്ട് പൊങ്ങി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചൂടുവെള്ളം ഇട്ട് കൊടുക്കുന്നതും. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള മൈദപ്പൊടി എടുത്തേക്കുന്നത് മൈദപ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ വാട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈസ്റ്റൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ആ ഈസ്റ്റിൻ്റെ ഇതും എല്ലാം എല്ലാ ഭാഗത്തേക്ക് എത്തണം. അതിനുവേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം. വെള്ളം ഓവറായിട്ട് ഒഴിക്കരുത്, കാരണം മൈദപ്പൊടി കാരണം ഒരുപാട് ലൂസായിട്ട് പോരും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ വേണം ഒഴിച്ച് നല്ലൊരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. വെള്ളം ഒരുപാട് ഒഴിക്കാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കുഴച്ച ശേഷം നമ്മൾ കയ്യിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ ഈ ഡോവ് ഒരു നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. നനഞ്ഞ ടവലോ അല്ലെങ്കിൽ തുണി വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് അതിന് വെച്ചതൊന്ന് കവർ ചെയ്യുക. നമ്മുടെ ഡോവിൻ്റെ മുകളിലേക്ക് ഈ ഒരു നനഞ്ഞ തുണി ഒന്ന് ഒപ്പി വെക്കണം. എന്നാലാണ്, അല്ലെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയിട്ട് പോരും. ഇതിൽ നമ്മളൊരു 2-2.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് നന്നായിട്ട് ഇത് പൊങ്ങി വരുന്നത്. ഷവർമ്മയുടെ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ ചിക്കൻ എടുത്തേക്കുന്നത്. ചിക്കൻ കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ചിക്കൻ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്താണ്, ബോണോടുകൂടി വേവിച്ചെടുത്തതാണ്. ഇത് നമ്മൾ അതിൽ നിന്ന് പിച്ചെടുത്തേക്കുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ നമ്മൾ കുക്കറിലിട്ട് ഒരു വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനുശേഷം ചൂടക്കാറി വെള്ളമൊക്കെ പോയ ശേഷം ഇതേപോലെ പിച്ചെടുത്താൽ മതി. ഈ ചിക്കൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മളിത് ചിക്കൻ ഓൾറെഡി വേവിച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മുറുക്കായിട്ട് വരും. അപ്പോൾ അത്രയും മുറുക്കം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിക്കൻ നമ്മൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കട്ടിപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ഷവർമ്മയിലൊക്കെ വെച്ച് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഷവർമ്മയുടെ കുബൂസ് ഉണ്ടാക്കാനുള്ള ഡോവ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു 2.5-3 മണിക്കൂറോളം ഇത് പൊങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്കിതിനെ കൈ ഉപയോഗിച്ചിട്ടൊന്ന് പതിയെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ടൊന്ന് പരത്തിയെടുക്കണം. കുബൂസിൻ്റെ ഇതിലെ പോലെ നമുക്ക് നന്നായിട്ടൊന്ന് ആ ഒരു വട്ടത്തിൽ പരത്തിയെടുക്കാം. കൗണ്ടർ ടോപ്പിൽ നമ്മൾ മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. മൈദപ്പൊടി മുകളിലിട്ടിട്ട് നമുക്ക് ഈ ഡോവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അത് വാങ്ങിയാണ് ഒട്ടിപ്പിടിക്കുക എല്ലാ ഭാഗത്തും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതിനെ നന്നായിട്ട് കുഴച്ച ശേഷം ഇതിനെ ചെറിയ പീസുകളാക്കി എടുക്കുക. നമുക്ക് കുബൂസ് ആക്കാനുള്ള ആ ഒരു അത്രയും ഷേപ്പിൽ ആ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ ബോളുകളാക്കി എടുക്കാം. ഇത് നമ്മൾ ചെറിയ ബോളാക്കി എടുക്കണം. കുബൂസ് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലുള്ള ചെറിയ ബോളാക്കി എടുക്കാം. അതിനുശേഷം ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് തന്നെയാണ് ഇതിനെ കുറച്ച് മൈദപ്പൊടിയൊക്കെ വെതിരിയിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് തന്നെ പരത്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചപ്പാത്തി പലകയിൽ പരത്തണമെങ്കിൽ അങ്ങനെ പരത്താം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്തിരി പ്രസ്സിൽ ഒന്ന് പതിയെ പരത്തിയിട്ട് ഇതേപോലെ കൗണ്ടർ ടോപ്പിലിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പരത്തെടുക്കാൻ പറ്റും.
അപ്പോൾ അതേപോലെ പരത്തിയിട്ട് നമുക്ക് എല്ലാ കുബൂസും ഒരേ ഷേപ്പിൽ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷേപ്പിൽ കുബൂസിൻ്റെ അത്രയും എടുക്കാൻ പറ്റാനുള്ളൊരു എന്തെങ്കിലും പാത്രത്തിൻ്റെ മൂടിയോ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ നമുക്ക് ഇതിന് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒരു ചെറിയൊരു മൂടി എടുത്തിട്ട് ഇതേപോലെ ആക്കും. നമുക്ക് അപ്പോൾ കറക്റ്റ് ആ റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. എല്ലാ പൊടിയും നമ്മൾ ഇതേപോലെ തന്നെ പരത്തിയെടുക്കുക. പിന്നെ നമ്മൾ ഇതിനൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഓരോ കുബൂസ് റെഡിയാക്കിയ ശേഷം ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഒന്നൊരു വശം നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ നന്നായിട്ടൊന്ന് പൊങ്ങി വരും. കുബൂസ് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും നന്നായിട്ട് പൊങ്ങി വരും. അപ്പോഴാണ് കുബൂസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങി വന്നില്ലെങ്കിൽ അത് ഭയങ്കര ഹാർഡായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് പറയുന്നത്. നമ്മുടെ കുബൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഷവർമയിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് ആണോ അതെല്ലാം നമുക്ക് കട്ട് ചെയ്തിടാം. ഞാനിപ്പോൾ കുക്കുംബർ, ക്യാരറ്റ്, തക്കാളി, അതേപോലെ ക്യാബേജ്, പച്ചമുളക് എല്ലാം ഇടുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് കട്ട് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആവശ്യത്തിനോളം ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മയോണൈസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ. അപ്പോൾ എഗ്ലെസ് 2 മയോണൈസ് ഇട്ടിട്ടുണ്ട്, എഗ്ലെസ് മയോണൈസും ഇട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളതിൽ പോയി കാണാം. അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോവും, അതുകൊണ്ടാണ്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും പോയി കാണണം. അപ്പോൾ നമ്മൾ മയോണൈസ് ആവശ്യത്തിനുള്ള 3 ടീസ്പൂണോളം മയോണൈസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഷവർമ റോൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നില്ല ആ ബട്ടർ പേപ്പറാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ കുബൂസ് എടുത്തിട്ടുണ്ട്. കുബൂസിൻ്റെ മുകളിൽ നമ്മൾ മയോണൈസ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫില്ലിങ് റെഡിയാക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ക്യാരറ്റും ഇതൊക്കെ ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞങ്ങൾ വീട്ടിൽ ഉപ്പിലിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മളതിൽ ഇതിലേക്ക് റോൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിങ്ങനെ റോൾ ചെയ്യാം. ഷവർമയൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ റോൾ ചെയ്ത് കിട്ടണ പോലെ തന്നെ നമുക്ക് വീട്ടിലും റെഡിയാക്കി എടുക്കാം. വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ ഇതേപോലെ വീട്ടിൽ ഷവർമയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അവർ ആ ഷവർമയോടുള്ള ഇഷ്ടം കൊണ്ടൊക്കെ അവർ കഴിച്ചോളും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം.